കെൻവിയ ഡേവിസ് എന്നുള്ള പേര് ആരിട്ടേന്ന് ഞാൻ മമ്മി അടുത്ത് പോയി ചോദിക്കുമ്പോൾ മമ്മി പറയും പപ്പ ഇട്ടേന്ന്, പപ്പ പറയും മമ്മി ഇട്ടേന്ന്. ആക്ച്വലി ചേട്ടൻ്റെ പേര് കെന്നിസ് ഡേവിസ് എന്നായതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിക്കും അതുമായി സാമ്യമുള്ള പേര് തന്നെ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊരു പേരിട്ടു മാമോദിസിക്ക്. അത് കെൻവിയ ഡേവിസ് എന്നല്ല, കെനിയ ഡേവിസ് എന്നാണ് ആ പേരിട്ടത്. കെനിയ എന്ന പേരിട്ടപ്പോൾ പള്ളിയിലച്ഛൻ ചോദിച്ചു എന്നാൽ പിന്നെ ഉഗാണ്ടാന്ന് ഇടായിരുന്നില്ലേന്ന്. പിന്നെ അത് അവർ മാറ്റാനൊന്നും നിന്നില്ല, അവർ ആ പേര് തന്നെ ഇട്ടു. എനിക്ക് ഒരു 6 വയസ്സ് വരെയൊക്കെ എനിക്ക് ആ പേര് കെനിയാന്ന് തന്നെയായിരുന്നു. അപ്പോൾ നാട്ടുകാരും ബന്ധക്കാരും ഒക്കെ കുറേ പേരൊക്കെ കെനിയാന്ന് വിളിക്കും, കുറേ പേരൊക്കെ ഉഗാണ്ടാന്ന് വിളിക്കും. ലാസ്റ്റ് പുറത്തി കൂട്ടിയപ്പോൾ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോയപ്പോൾ സർട്ടിഫിക്കറ്റിൽ കെനിയാന്നുള്ള പേര് എഴുതാന്ന്. ഇപ്പോൾ ടീച്ചറും ചോദിച്ചു ഇതെന്തത് കെനിയാന്നുള്ള പേര് ഇട്ടേന്ന്, അതൊരു രാജ്യത്തിൻ്റെ പേരില്ലേ, നിങ്ങളെന്ത് ഇങ്ങനത്തെ പേരൊക്കെ കുട്ടികൾക്ക് ഇട്ടണേന്നുള്ളത്. പിന്നെ മമ്മിയെ ഒന്നും നോക്കില്ല, ആ പേര് അങ്ങോട്ട് മാറ്റാന്ന് ചോദിച്ചു. അപ്പം കെനിയാന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക KEN അത് കഴിഞ്ഞിട്ടൊരു VI കൂടി ചേർത്ത് കെൻവിയ എന്നങ്ങടാക്കി. അങ്ങനെയാണ് എൻ്റെ ഒരു പേര് എനിക്ക് കെനിയയിൽ നിന്ന് കെൻവിയ എന്നൊരു പേര് എനിക്ക് ഉണ്ടായത്. ഞാൻ വിചാരിച്ചു കെൻവിയ എന്നുള്ള പേര് വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കെനിയ എന്നുള്ള പേര് എല്ലാവരും മറക്കുന്നു. എവിടെ ഇപ്പോഴും നാട്ടിൽ എന്നാണ്ട് ഉഗാണ്ടാന്ന് എന്നെ വിളിക്കാറുള്ളൂ. അപ്പം നിങ്ങളുടെ പേര് ആരിട്ടത്, അപ്പനോ അമ്മയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബന്ധത്തിൽ ആരെങ്കിലും തന്നെ നിങ്ങളുടെ പേര് ഇട്ടോട്ടെ. നിങ്ങളുടെ പേര് ആരിട്ടേന്ന് വെച്ചാൽ നിങ്ങളത് താഴെ വന്ന് കമന്റ്. ഇനി എന്നെ പോലത്തെ ഇതേപോലെ ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന പേര് നിങ്ങളുടെ സുഹൃത്തിനോ സംഘിനോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവർക്ക് ഷെയർ ചെയ്യും. അപ്പം അടുത്ത വീഡിയോയിൽ കെന്നമ്മ എന്ന പേര് എനിക്ക് എങ്ങനെ വന്നു എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.